ഗുരുവായൂരപ്പ, അവരോട് രണ്ടാളോട് ഞങ്ങൾ കഥ പറയാൻ പോവാണ്. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. അവരോട് കഥ പറയുന്നത് ഒരു മഹാഭാരത യുദ്ധം പോലെ. ഒട്ടും വിവരമില്ലാത്തവർക്ക് കഥ പറഞ്ഞു തീരുന്നവരെയെങ്കിലും ഒരു ഇത്തിരി ബോധം കൊടുക്കണേ. ദേ, അവിടത്തെ അനുവാദത്തോടെ ഞങ്ങൾ തുടങ്ങാൻ പോവുക. അനുഗ്രഹിക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പൊട്ടന്മാരെ വിശ്വസിപ്പിച്ചേക്കണേ. കഥ എവിടെ? കയ്യിലൊന്നും കാണാനല്ലോ. കാണില്ല. അതെ, എല്ലാം ഞങ്ങളുടെ മനസ്സിലാണ്, വിഷ്വൽ അടക്കം എല്ലാം ഇന്ന് പുറച്ചെ കണ്ട ഒരു സ്വപ്നം പോലെ മനസ്സിലുണ്ട്. സോങ് വരെ റെക്കോർഡിംഗ് കഴിഞ്ഞാ? ഞങ്ങളുടെ മനസ്സിൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ വിഷ്വൽ അടക്കം സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വപ്നത്തില് അത് വരട്ടെ. ഇവന്മാര് നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടാ, പുലികളാണ്. ഫുൾ കഥയല്ലേ മനസ്സിൽ കിടക്കണത്. ഇവന്മാര് മിടുക്കന്മാരട്ടാ. ഇത് കലക്കും. കലങ്ങും, മൊത്തം കലങ്ങും. പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കഥയിൽ ലേഡീസ് ഓഡിയൻസിനെ പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കഥയിൽ ലോക്കൽസിന് പറ്റിയ എന്തെങ്കിലും മസാലകൾ ഉണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിർത്തിയിരിക്കണതേ അതിനാ, മനസ്സിലായല്ല? തനി തറ. അങ്ങനെയാണ് പ്രത്യേകിച്ച് ആരും വേണ്ട, മുതലാളിമാര് തന്നെ പോരെ. കുഴപ്പമായ സോറി. സോറിങ്കീരി ഒന്നും പറയണ്ട, കഥ അങ്ങ് കേട്ടാ മതി. അല്ല സാറന്മാരെ, കഥ തുടങ്ങാം അല്ലേ? തലയെടുപ്പോടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ചെന്നൈ സിറ്റി. സമയം പ്രഭാതം. റോഡിലൂടെ തലങ്ങും വിലങ്ങും വേഗത്തിലൂടുന്ന പല നിറത്തിലുള്ള വണ്ടികൾ. സിറ്റിയിലെ വിവിധ കാഴ്ചകളിലൂടെ ക്യാമറ ഇങ്ങനെ നീങ്ങുകയാണ്. പെട്ടെന്ന് ഒരു ഓടുന്ന കാറിൽ சார் இறங்க சார். என்ன இறங்க சார். என்ன முன்னாடி உட்காந்து ரெண்டு பேர்லாம் போக முடியாது சார். போலீஸ் பிடிச்சாங்கன்னா ஃபைன் போடுவாங்க. வேணும்னா இன்னொரு ஆட்டோ கூப்பிடலாம். இன்னொரு ஆட்டோவா? இன்னோவா கூப்பிடலாமா சார்? கிண்டல் பண்ணாதீங்க. பரவாயில்லைங்க, வாங்க போகலாம். சொன்னா கேளுங்க, இப்படி வாங்க அண்ணா, வாங்க. என்னப்பா, எங்க போகணும்? மயிலாப்பூர் வெங்கடேஸ்வர அண்ணா கண்ணா. போலாமே. பேக்கேஜ் நிறைய இருக்கு, ரெண்டு பேரும் சேர்ந்து போகலாம், ஷேர் பண்ணிக்கலாம். போலாம்ப்பா. வாப்பு அண்ணா, கொஞ்சம் லக்கேஜ் அந்த വണ്ടിയിൽ വെക്കിങ്ങണേ. சரி சார். കേറിക്കും. ഇനി ഒരു 10 മിനിറ്റ് ദൂരം കൂടി ഉള്ളൂ. പാൽപ്പായസം പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ തന്നെയാണ്. அண்ணா என்ன ஃபாலோ பண்ணிக்கங்கண்ணா. சரிப்பா. சார் வெளியே எட்டி பார்க்காதீங்க சார். யோ, நீ நேரே பார்த்து ஓட்டியா? எதுக்கு என்ன பார்க்குற? சார் நல்ல சகுனம் சார். எல்லாமே உங்களுக்கு நல்லதாக தான் நடக்கும். எப்படி சொல்ற? சாவு எதிர்க்க வருதுல்ல? யோ, சாவம் தான் நல்லா இருக்குமே. யோ, வண்டி ஓரமா நிப்பாட்டு. எதுக்கு சார்? யோ, நிப்பாட்டு. அந்த வண்டி வரணும்ல, நீ பாட்டுக்கு போயிட்டே இருந்தா. சரி வாமா போலாம். നിനക്കറിയില്ലട പട്ടി. എന്താവാൻ, അവള് പോയി.
നിനക്കറിയില്ലേ ഇവൾ എങ്ങോട്ടാ പോയെന്ന്? അപ്പൊ നിനക്കറിയാം ചേച്ചി എങ്ങോട്ടാ പോയെന്ന്. അത് ചേച്ചി. ഓ, അപ്പൊ നിനക്കറിയാല്ല. പറയടി. എനിക്കറിയാം നീ അറിയാതെ ഈ വീട്ടിലൊന്നും നടക്കില്ല എന്ന്. പറ, നീ അപ്പുനെ എവിടേക്കാ പറഞ്ഞയച്ചെന്ന്. ഞാൻ ഒന്നുകളായി പറയാൻ. വിശ്വം, അവളെ വിടണം. നിന്നോടാ പറഞ്ഞത് വിടാൻ. അപ്പോ എല്ലാവരും അറിഞ്ഞോണ്ടുള്ള കളിയല്ലേ? അമ്മയുടെ പങ്കെന്താ ഇതില്? അതേടാ, ഞാനും കൂടെ അറിഞ്ഞിട്ട് തന്നെയാ. അവൾ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. രക്ഷപ്പെടാനോ? നടന്നത് തന്നെ. ഈ വിശ്വംഭരൻ നിശ്ചയിച്ച വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. വേണ്ടി വന്നാൽ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ അവളുടെ ശവമെങ്കിലും. നമ്മുടെ മോൾ മറ്റാരുടെയും കൂടെയല്ല പോയത്, നമ്മുടെ ശിവരാമന്റെ മരുമോന്റെ കൂടെയാ. അവൾക്ക് അവനെന്ന് വെച്ച ജീവന. അവര് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. അവനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ മോള് ഇവിടെ എന്താണ് ആവും നടക്കുന്നത്? സാർ, എന്തു പറ്റി സാർ? ഓഹോ, സാറിനൊന്നും അറിയില്ലല്ലേ? സാറ് മരുമകളുടെ വീട്ടിലെ വിശേഷം അറിയാൻ വന്നതാ. പാട്ടി നന്ദി കിട്ടവനെ. സാർ, ഞാനെന്താ പൊട്ടനാണെന്ന് കരുതിയോ? സാർ, എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. 10-25 കൊല്ലായി ഞാനിവിടെ. ഇക്കാലം അത്രയും മനസ്സുകൊണ്ട് പോലും ഒരു ദ്രോഹം ഇവിടത്തേക്ക് ഞാൻ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. തന്റെ അനന്തരം ഈ വീട്ടിലെ കൊച്ചിനെ കൊണ്ട് ഇന്നലെ രാത്രി സ്ഥലം വിട്ടെന്ന്. എന്റെ ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? വിളിക്കടാ അവനെ. ഓ, ഹലോ അബി, നീ എന്തെല്ലാം ചെയ്തു വെച്ചാ പോയത്? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? അത് ഞാനിപ്പോ ചെന്നൈയിലാ ഉള്ളത്. എടാ മോനെ, എന്റെ മോളെവിടെടാ? നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ലടാ. ഹലോ ഹലോ. സുബ്രഹ്മണ്യം, വിളിക്ക് തന്നേക്ക്. നമ്മുടെ കപാലിയോടും പിള്ളേരോടും പൊക്കാൻ പറയവനെ. ഞാനവിടെ കാല് കുത്തുമ്പോ അവ എന്റെ മുമ്പിൽ ഉണ്ടാവണം. വിട എയർപോർട്ടിലേക്ക്. தெரியாது சார். எதுக்கு சார் சட்டையை பிடிச்சிருக்கீங்க? ഓട്ടോയിൽ ഏറെ പൊണ്ണ് അവനക്ക് தெரியாதா? எந்த பொண்ணு சார்? ஞாபகம் இல்ல? காலையில பேக் எல்லாம் ஏத்தி 2 ஓட்டோல வந்தால அந்த பொண்ணு. அந்த ஊம பொண்ணா? என்ன பண்ணவள? அந்த பொண்ணை போலீஸ் ஸ்டேஷன்ல இறக்கி விட்டு வந்தேன் சார். நீ யார்கிட்ட போய் சொல்ற? எங்க சொல்லு. விடியா நாடகர்மல கை விடுங்கப்பா. அம்மா, என்னப்பா இவன் ஓட்டோல ஏற வைஃப காணோம். எது வந்தாலும் பேசிட்டு இருக்க. அதுக்காக ஆட்டோக்கார மேல எல்லாம் கை வைக்காத. தப்பு பண்ற ஆட்டோக்காரனா இருந்தா உனக்கு பெருசா தெரியுதா? சப்போர்ட் வர பண்ற ஒரு வைஃபை திருப்பி கொடுக்க முடியுமா உன்னால? என் ஆட்டோல தான் அந்த அம்மா ஏறிச்சு. அந்த அம்மாவுக்கு இவரோட போன் நம்பரும் தெரியாது, வீட்டு அட்ரஸும் தெரியாது. அதுவும் இல்லாம அவங்களுக்கு பேச்சு வராது. அதான் போலீஸ் ஸ்டேஷன்ல இறக்கி விட்டேன் சார். இதெல்லாம் நம்ப முடியாது. இவனை ஸ்டேஷனுக்கு கூட்டு போங்க சார். அப்பதான் உண்மை என்னன்னு தெரியும். மயிலாப்பூர் மகளிர் போலீஸ் ஸ்டேஷன்ல இறக்கி விட்டு வந்தேன் சார். அங்க போய் பாரு சார். நீ என் கூட வா. அவளுக்கு ஏதாவது ஆச்சா கதையை முடிச்சிருக்க. பாப்பா போலாம். காலையில யார் மூஞ்சில முடிச்சணும்? சீக்கிரம் போ. சார், சார் விடுங்க சார், விடுங்க சார், கையெடுங்க சார். இங்கதான் விட்டேன்னு சொல்றேன்ல. அப்புறம் ஏன் சார் நைட்டு ட்ரங்க் அண்ட் டிரைவ்ல பிடிச்ச கேஸ் மேடம். விடு சார். சார் மேடம் சொல்லுங்க. காலையில் இந்த ஆரோ ஓட்டோல வைஃபை ஏற்றி விட்டேன்.
இப்ப காணோம். இவங்கிட்ட கேட்டா இங்க தான் இறக்கி விட்டேன்னு சொல்றேன். சுகந்தி, இவர் சொல்ற மாதிரி இங்க யாராவது வந்தாங்களா? இல்லையே மேடம். உங்க வைஃப் பேர் என்ன? அப்புறம் சார் எங்கடா விட்ட சொல்றா. மேடம், இவரோட ஒய்ஃபு என் ஆட்டோல வந்தது உண்மைதான் மேடம். வீட்டு அட்ரஸ் தெரியாம அழுதுகிட்டு இருந்தாங்க. என்ன பண்றதுன்னு தெரியாம ஸ்டேஷன்ல இறக்கி விட்டு போயிட்டேன் மேடம். அந்த அம்மா உள்ள வந்ததை நீ பாத்தியா? இல்ல மேடம், வாசல்லே இறக்கி விட்டேன். காசு கூட வாங்கல மேடம். அப்படி யாரும் வரல சார். அப்படி வந்திருந்தா எங்களுக்கு தெரியாமலையா இருக்கும்? மேடம், அந்த ஆளு ஸ்டேஷன் வாசல்ல விட்டுருக்கலாம். ஆனா அந்த பொண்ணு உள்ள வராம போயிருக்கலாம்ல. என்னம்மா, யார் நீ? என்ன வேணும் உனக்கு? ஏய், ஒன்னதான். உன் பேர் என்ன? ஏய், ஏன் அழற? மேடம் கேக்குறாங்கல்ல. உன் பேர் என்ன? அழாம சொல்லு. ஏய், இதெல்லாம் தங்கமா? சொல்லுமா. பணம். மேடம், எனக்கு என்னமோ சந்தேகமா இருக்கு. எங்கேயோ திருடிட்டு வந்திருக்கா. உண்மைய சொல்றி. எங்க இருந்து ஆட்டிய போட்டு வந்திருக்க? சொல்லு. சொல்ல போறியா இல்லையா? சொல்லுடினா. சொல்லு. சொல்ல போறியா இல்லையா? ஏய், நீ என்ன ஊமையா? எல்லாத்தையும் கழட்டு. கழட்டு. வெய். இவ்வளவு லாக்அப்ல போடு. சர்லி, அவளை விட்டுடுறி. போட்டு விடு. சொல்லுடா, உன்னை அடிச்சு கொன்னுடுவேன். நகைக்கும் பணத்துக்கும் ஆசைப்பட்டது என்ன பண்ண அவளை? சொல்லு. சொன்னா கேளுங்க, நான் அந்த மாதிரி ஆள் இல்லையா. தயவு செய்து உண்மையை சொல்லு. உனக்கு என்ன வேணாலும் தர. எனக்கு பணம் தானே வேணும். எங்கிட்ட கேளு, எவ்வளவு வேணாலும் கேளு. தயவு செய்து சொல்லுடா. எனக்கு அவளை மட்டும் திரும்பி கொடுத்துவா. அந்த பொண்ணு வயசுல எனக்கு 2 பொண்ணுங்க இருக்கு தம்பி. நாங்க ஏழைங்க. நீங்க சொன்னது மாதிரி என்னால நினைச்சு கூட பார்க்க முடியல தம்பி. சத்தியமா அந்த பொண்ண போலீஸ் ஸ்டேஷன் வாசல்ல இறக்கி விட்டது உண்மைதான் தம்பி. என்ன நம்புங்க தம்பி. சொன்னா கேளுங்க தம்பி, என்ன விட்டுருங்க தம்பி. ഇത് പണിയാവും കേട്ടാ. അവരെ കണ്ടാലറിയാം പ്രശ്നക്കാരാന്ന്. ഇതവളുടെ അച്ഛന്റെ ആൾക്കാരാ, ഉറപ്പാ. വാ, നമുക്ക് സ്കൂട്ടാവാം. வாங்கடா. பைத்தியம் பிடிக்குதா எனக்கு? பைத்தியம் பிடிக்குது. என்னடா பண்றது? என்ன பண்றது? என்ன பண்றா? ரொம்ப பாடுறா. அண்ணா, ரூம் ஃபுல்லா தேடி பாத்துறேன். அவன் எங்கேயும் இல்லனே. ஐயோ அண்ணா, அண்ணா இருக்குடா. அண்ணா அந்த போட்டோ பாருங்க. என்னடா? வாடா, வாங்க தேடி பாப்போம். வாங்கடா. விஸ்வன் சார் வரதுக்குள்ள நம்ம இடத்துல போட. சீக்கிரம், நான் வெயிட் பண்றேன். சில்லற போமே.
சரி வச்சுனே. பேச முடியாதா? ஃபோன் வரும், வெயிட் பண்ணணுமா? சரி, ஓகே. ஏய், ஓரமா தூக்கி போடு. தூக்கு. தனியா சொல்லுமா? எடு. சீக்கிரம் சீக்கிரம் ஆகணும். நீ என்ன இங்க இருக்கிற? போ. മുരുക എവിടെത്തി? യെസ് സർ, ഞാൻ വന്നോണ്ടിരിക്കുക സർ. 15 മിനിറ്റിൽ എയർപോർട്ടിലെത്തും. വേണ്ട, ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഓഫീസിന് മുമ്പിൽ വെയിറ്റ് ചെയ്യാം. നീ വന്ന് വണ്ടി കയറ്. போயிட்டே இருக்க. என்ன? சாரி மேம். ஓவர் ஸ்பீட்ல வண்டி ஓட்டிட்டு போயிட்டே இருக்க. உன் அப்பா விட்டுறோடா? சாரி சார், சவாரியே இல்லை சார். சரி சரி, இவ்வளவுதானே? போ போ போ. நீ வா, வண்டியை ஓரம் கட்டு. இல்ல, ரெட் சிக்னல் போட்டுருக்காங்க, நிக்காம போயிட்டே இருக்க. வா, ஓரம் கட்டு, நிப்பாட்டு. வாடா, ஒட்டும் இல்ல. வான்னு சொல்றேன்ல, வா. இல்ல சார், என் வைஃப் நினைச்சேன்னா. நடப்ப இல்ல சார், நான் அர்ஜென்ட்டா போகணும் சார். எதுவா இருந்தாலும் ஐயாவை பார்த்துட்டு போ. தயவு செஞ்சு என்ன விட்டுருங்க சார், ப்ளீஸ். என்ன விட்டுருங்க சார். பேசாம வாயா. சுகந்தி, நீ சொன்ன மாதிரி அந்த பொண்ணை புடிச்சு கூட்டிட்டு போயிட்டு இருக்கேன். இனி என்ன பண்ணணும்னு சொல்லு. இன்னும் ஒரு ½ an hourக்குள்ள ஐ வில் பீ தேர். தப்பிச்சு போகாம பாத்துக்கோ. சரி, நான் பாத்துக்கிறேன். பையனை கட்டு. சார், சிக்னல் நிக்காம போறேன் சார். என்னடா பைக் ரேஸா? இவ்வளோ வேகமா போற? யாருக்காவது ஏதாவது ஆச்சுன்னா? சார், இவன் சாகிறது இல்லாம மற்றவங்களையும் கொல்ல பார்க்கறான் சார். சார் ப்ளீஸ் சார், என் வைஃபை காணோம். தேடிட்டே இருக்கீங்க. அந்த கன்ஃபியூஷன்ல இவன் கூடயாவது ஓடி போயிருப்பா. போ, அங்க போய் ஓரமா நில்லு. என்னது? போன குடுறான். போன குடுறாங்கிற. ஏய், ஏன்டா என் பக்கம் பார்த்துட்டு நிக்கிற? ஓரமா போயிடுறா. ஏய், ஓட்டு போய் அந்த பக்கம். சார், என் வைஃப் வா வா. ஏதாவது வந்திருக்கு சார். சார் ப்ளீஸ் சார். சார் மொபைலை கொடுங்க சார். யோ சார், இங்க வாயா. சார் வாயா. பாருக்கு போகணும்ல, அந்த ஆளை வண்டியில ஏத்து. போய் அவனை வண்டியில ஏத்து. சரி சார். உன் பேர் என்ன? அபி. இவ்வளவுதானா? இன்னும் நீளமா இருக்கா? அபிஜித். நல்லாதான் இருக்கு. இவளுக்கு நீளமா இருந்தாதான் பேர் பிடிக்கும். உனையா பிடிச்சி வச்சிருக்காங்க. இவனுக்கு எஸ்எம்எஸ் வேற. ஆமா, ஏட்டுக்குமாரே வீட்டு பக்கம் வரதே இல்ல. வந்து ஒரு வாய் சாப்பிட்டு போறது. கம்னு இருக்க மாட்டே. அப்பா என்ன உடம்புக்கு ஒண்ணும் முடியலையா? முடியலையா? ஏன் வேலை செய்யணும் குமார்? என்ன திமிரா? யோ, என்னையா பிரச்சனை? நான் எதுவும் பண்ணல சார். எல்லாம் இவங்க 2 பேர் தான் சார். யோ, எனக்கு முடியாமல. நைட்டுக்கு வா குமார், உன்னை வச்சுக்கிறேன். போ. சார் ப்ளீஸ் சார், என்ன விட்டுடுங்க சார். நான் பெரிய பிரச்சனையில் இருக்கீங்க சார். என் வைஃப்
என்னையா பிரச்சனை பிரச்சனை பிரச்சனைங்கிற? ஒரு ரவுண்டு போடுவோம். உன் பிரச்சனைக்கு அதான் கரெக்டான மருந்து. ஓகே? பாலக்காட்டுல இருந்து நாங்க இங்க காலையில தான் வந்தோம் சார். நிறைய லகேஜ் எல்லாம் இருந்தது. அதனால 2 ஹோட்டல்ல வர வேண்டியதாயிடுச்சு. அதனால என் வண்டியை ஃபாலோ பண்ணிட்டு வர சொன்னேன் சார். அதுக்கப்புறம் அந்த ஓட்டம் காணோம் சார். காலையில இருந்து தேடிட்டு இருக்கு சார். எங்க இருக்க என்ன ஆனா எதுவும் தெரியல சார். என்னையா சொல்ற? ஹெல்ப் பண்ணுங்க சார். என் வைஃபை எப்படியாவது தேடி கண்டுபிடிச்சு கொடுங்க சார். ஐயோ, அவளுக்கு பேச்சு வராது சார். அவளுக்கு ஏதாவது ஆச்சா என்னால தாங்க முடியாது சார். என்ன நம்பி என் கூட வந்தவன். லவ் மேரேஜா அரேஞ்ச்டு மேரேஜா? ആ പോലീസ് ജീപ്പിലിരുന്നു തന്റെ ഫ്ലാഷ് ബാക്ക് പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയാണ് അബി. അബി തന്റെ അമ്മാവനായ ശിവരാമനെ കാണാൻ സമ്പന്നനും ബിസിനസ് മാഗ്നറ്റുമായ വിശ്വനാഥൻ സാറിന്റെ കൊട്ടാരം പോലത്തെ ബംഗ്ലാവിലെത്തുന്നു. ആരാ? ഞാൻ ശിവരാമേട്ടന്റെ. ഓ, അപ്പൊ നീയാണല്ലേ ആ കക്ഷി? ഏത് കക്ഷി? അല്ല, ശിവരാമേട്ടൻ പറഞ്ഞിരുന്നു. ഓ, ദാ, ശിവരാമേട്ടൻ 2 ആഴ്ച കഴിയും വരാൻ. ഇന്ന് രാവിലെയാ പോയത്. വന്നിട്ട് പോയാ മതിയെന്ന് പറയാൻ പറഞ്ഞു. ഇത്രയും വലിയ വീട്ടിലാണോ മാമൻ താമസിക്കുന്നത്? ഇതല്ല വീട്, അതാണ് ഔട്ട് ഹൗസ്. അങ്ങോട്ട് പോയിക്കോ, പോയിക്കോ അവിടേക്ക്. അവന് കൈവെക്കാൻ കണ്ടൊരു സ്ഥാനം. ഹലോ ഹലോ അബി, നീ എവിടെയാ ഉള്ളത്? മാമനിത് എവിടെയാ? മോനെ, ഞാനൊരു യാത്രയില്ല, ഒരു തീർത്ഥയാത്ര. എന്നോട് പറയാനും പറ്റിയില്ല, പെട്ടെന്ന് പോന്നതാ. എന്റെ മാമ എന്ത് പണിയെ കാണിച്ചത്? ഇത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നോ? അയ്യോ മോനെ, അതിപ്പം എനിക്ക് തിരിച്ചു വരാനും പറ്റാണ്ടായല്ലോ. മാമനിന് എന്നാ വരുന്നേ? ഒരു 2 ആഴ്ച. അതെ, ഞാൻ വന്നിട്ടേ പോകാവൂ. നീ ഔട്ട് ഹൗസിന്റെ ചാവി അവിടെ സുധാകരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ആഴ്ചയോ? അതൊന്നും ശരിയാവില്ല. എനിക്ക് പോണം. എനിക്ക് ചെന്നൈയിലെത്തിയിട്ട് ഒരുപാട് വർക്കുള്ളതാ. നാളെ ആസിഫ് അലിയുടെ പടത്തിന്റെ പൂജയാ. പിന്നെ ജലീലിക്കാടെ മമ്മൂക്ക പടം. കിട്ടുമെന്നറിയില്ല. പിന്നെ ലാലേട്ടന്റെ ഒരു പടം വന്നിട്ടുണ്ട്. അതിനെന്തായാലും കിട്ടാതിരിക്കില്ല. വർക്കോ? വർക്കല്ല, ടിക്കറ്റ്. ശരി. ഇതാരാ? ഇവിടെയെങ്ങും ആരുമില്ലല്ലോ. എല്ലായിടത്തും മുന്നാമ്പുറത്ത് തട്ടാറ്. ഈ നാട്ടിൽ പിന്നാമ്പുറത്താണോ? അങ്ങനെ പാൽപായസവുമായി വന്ന അപർണയെ അന്നാണ് അബി ആദ്യമായി കാണുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്താടാ ഓടേർക്ക എന്റെ ഒരു ശാരദാന്റി. ഇത് കൊണ്ടുപോയിക്കോളൂ. അതിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാ ഇതല്ല അത്. നീ ഇവിടെ ഇരിക്ക. എന്താ കുട്ടിയുടെ പേര്? കിച്ചു. നിന്റെ അല്ല, ആ കുട്ടിയുടെ. ആന്റിയുടെ പേരാ? പേര് പേരക്ക. പേരക്ക, നല്ല പേര്. ചുംതനനനനനനനന
എന്തിനാ ഇവളിങ്ങനെ ഓടണത്? കൊടുത്തോ? ആ കൊടുത്തു. ഇനിയും കുട്ടിക്കളി മാറിയിട്ടില്ലേ അവൾക്ക്? ഈ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുടെ അമ്മയായി ഞാൻ. എന്റെ പ്രായത്തിലോ? നിന്റെ അല്ലടാ, അവളുടെ പ്രായത്തില്. ആ വീട്ടില് പുതിയ അങ്കിളുണ്ടല്ലോ, അതാരാണ് മുത്തശ്ശി? അത് ശിവരാമന്റെ മരുമകനായിരിക്കും. ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ദേവകിയുടെ മകനാ. ചെറിയ വയസ്സിൽ കണ്ടതാ അവനെ. ഇത്ര പെട്ടെന്ന് എവിടെ പോയി? സ്ലോ മോഷനിലാണല്ലോ ഓടിയത്. പോയോ? വീണ്ടും വന്നല്ലോ. അതെ, നിർബന്ധാച്ചാ പോയിക്കോട്ടോ. അല്ല പിന്നെ എപ്പോഴാ കാണാ? ഇല്ല മാമ, ഞാൻ പോണില്ല. ഒന്നാലോചിച്ചപ്പോ ഇവിടം വരെ വന്നിട്ട് മാമനെ കാണാതെ പോകുന്നത് എങ്ങനെയാ? നേരോ? പിന്നെ അല്ലാതെ. അത് നന്നായി. അല്ല നിനക്കെന്തോ സിനിമ ഉണ്ട്, തിരക്കുണ്ട്, പെട്ടെന്ന് പോണെന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്? മാമനൊക്കെ വലുതാണോ എനിക്ക് സിനിമ? മാമൻ വന്നിട്ടേ ഞാൻ പോണു. നേരോ? മോന് സിനിമയേക്കാൾ വലുതാണോ മാമൻ? എന്നാ പറയണ്ടടാ. സിനിമയെക്കാളും മാമനേക്കാളും ഇന്നീ ലോകത്തിൽ അബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപർണയാണ്. അവളുടെ വശ്യമായ കണ്ണുകൾ, ആരെയും മയക്കുന്ന പുഞ്ചിരി, എല്ലാം അഭിയെ ഒരു കാമുകനാക്കി മാറ്റി. അവൾ ദിവസവും 3 നേരം ഭക്ഷണം കൊണ്ടുവരുന്നതും മുറിയുടെ വരാന്തയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും നോക്കി ദിവസങ്ങൾ കഴിഞ്ഞുപോയത് അവൻ അറിഞ്ഞിരുന്നില്ല. പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവന് അപർണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി കാണുമ്പോൾ തന്റെ പ്രേമം തുറന്നു പറയാൻ തന്നെ അഭി തീരുമാനിച്ചു. ഇവരായിരുന്നോ? മോന ഉറങ്ങുമായിരുന്നോ? അല്ല. നിനക്കെന്നെ മനസ്സിലായോ? എങ്ങനെ മനസ്സിലാവും? എത്ര വർഷമായി കണ്ടിട്ട്. ചെറുപ്പത്തിൽ നിന്നെ ഞാൻ എത്ര എടുത്തു നടന്നിട്ടുള്ളതാണെന്നറിയോ? ഈ ഒക്കത്തിരുന്ന് മൂത്രമൊഴിച്ച് നനപ്പിക്കലായിരുന്നു നിന്റെ സ്ഥിരം പണി. നിനക്കിത് വല്ലതും ഓർമ്മയുണ്ടോ? അവിടെ ആരുമില്ല, എല്ലാവരും പാലക്കാടേക്ക് പോയിരിക്കുക. അപർണയുടെ കല്യാണല്ലേ, അതിനുള്ള എടുക്കാൻ പോയിരിക്കുക. അബിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അവൻ ഭക്ഷണം ചെന്നൈയിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ശരി. ശിവരാമൻ സാറല്ലേ? മാമനോടില്ല. ഇതാ, ഇത് വരുമ്പോ കൊടുത്തേക്ക്. ഇതെന്താ? പട്ട. നല്ല കുട്ടിയായിരുന്നു, എനിക്ക് വിധിച്ചിട്ടില്ല. കല്യാണം ഉറപ്പിച്ചു പോലും. കല്യാണം ഉറപ്പിച്ച പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളണം.
ഇവിടെ ഒരു കിളവിന്റെ ആയിരുന്നല്ലോ ചത്തോ. അപ്പൊ ഇവിടെ നോക്കി ചിരിക്കാറ്. ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ചിരിച്ചോ ചിരിച്ചോ. വേണമെങ്കിൽ കറുത്തൊരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചോ. അപ്പൊ നിന്നെ കാണാൻ നല്ല ചേലായിരിക്കും. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോണം. എടി പാൽപായസം, നിനക്കറിയോ നിന്നെ ഭയങ്കര ഇഷ്ടാടി. ചെന്നൈയിൽ എത്ര പെമ്പിള്ളേരെ കണ്ടിരിക്കുന്നു, പക്ഷെ അവരോടൊന്നും തോന്നാത്ത ഒരിത് മനസ്സിന്ന് പോടില്ലടി. എന്നാലും ഒരു ക്ലൂ തരായിരുന്നു. കല്യാണം ഉറപ്പിച്ച പെണ്ണാണത്രേ, മോഹിപ്പിക്കരുത്. നിന്റെ ആ കണ്ണുണ്ടല്ലോ എന്റെ പൊന്നോ. ആരത് മണവാട്ടിയോ? ഹെവി പാൽപായസം, ഈ ലോകത്തുള്ള മറ്റേതോ പെണ്ണിനേക്കാളും എനിക്ക് തന്നെ ഇഷ്ടമാണ്. സോറി, എന്നോട് ക്ഷമിക്ക്. എനിക്ക് എന്നാലും എന്നോട് ഉണ്ടായിരുന്നു. എന്നത് മാത്രം അഴവിയാണ്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിത് എന്താ ഒന്നവിടെ വരാൻ പറഞ്ഞു. കഴിച്ചിട്ട് വന്നാ മതി. എന്താ എന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല, പോയി നോക്ക്. സുധാകരേട്ടനടുത്ത് ആ വീട്ടിലേക്ക് അഭി പോകുമ്പോൾ ഉദ്വേഗഭരിതമായിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ. ചേട്ടാ, എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? കാണാൻ പോണ പൂരം ചോദിച്ചറിയണം. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടാ? ഞാനിവിടെ നിന്നിട്ടെങ്കിലാ പ്രശ്നം. നീയും കൂടി അല്ലേ? വേഗം അകത്തേക്ക് പോയിക്കോ. എന്തിനാ വരാൻ പറഞ്ഞത്? വേണ്ട, ഞാനിവിടെ നിന്നോളാം. എന്താ നിന്റെ പേര്? ഓ, ഇതറിയാനാണോ അത്ര ബുദ്ധിമുട്ടിയത്? അബി. അപ്പിയല്ല, അബി. അതല്ല, മുഴുവൻ പേര് എന്താണെന്ന്. ഓ, അതിപ്പോ സൂപ്പർ പേരാണല്ലോ ചേട്ടാ. തൃശൂർ ശ്രീകൃഷ്ണപുരം ശ്രീമംഗലത്ത് പീതാംബരൻ നായർ മകൻ അഭിജിത്ത് ബി. എന്താ ജോലി? ശമ്പളം എത്ര കിട്ടും? ഞാൻ എഡിറ്ററാ. ഏത് പത്രത്തിന്റെയാ? പത്രത്തിന്റെ അല്ല, ഈ സിനിമയും സീരിയലൊക്കെ എഡിറ്റ് ചെയ്യില്ലേ. പിന്നെ ശമ്പളം ആണുങ്ങളോട് ശമ്പളം ചോദിക്കരുതെന്നല്ലേ? അതെ, ഇവിടുത്തെ രീതി ഇങ്ങനെയാ. ഓ, ആയിക്കോട്ടെ, ഒരു 50,000 പ്രൊഡ്യൂസർ പറയും. പക്ഷേ ഒരു 12 കിട്ടും. താമസം? അതിന് താമസമൊന്നുമില്ല, പണി കഴിഞ്ഞാൽ അപ്പ കിട്ടും. ഇതെന്താ ഇന്റർവ്യൂ ആണോ? എനിക്കിവിടെ ജോലി തരാൻ പോവാ, അതോ വല്ല പണി തരാനോ? അതൊക്കെ ഉണ്ട്. നീ ചോദിച്ചതിന് ഉത്തരം പറ. താമസം എവിടെയാ? എന്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം റൂമെടുത്ത് താമസിക്കാം. വാടക പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്യും. എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 7,000-7,500 രൂപ കയ്യിലിരിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പിന്നെ എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടം. അമ്മയെ, ഫ്രണ്ട്സിനെ, അങ്ങനെ അങ്ങനെ. പിന്നെ മാമനെയും അമ്മയെയും. അതല്ല ചേട്ടാ, ലൈൻ ലൈൻ അതാ. നീ കല്യാണം കഴിച്ചതാണോ? ഹേയ്, കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ പ്രേമം ഇല്ല. അതെന്താ ചേട്ടാ, ആരെയും കിട്ടിട്ടുണ്ടാവില്ലല്ലേ? പറ്റിയ ഒരാളെ കാണണ്ടേ? അപ്പൊ അന്വേഷിക്കുന്നുണ്ട് പ്രേമിക്കാൻ ഒരാളെ ഇല്ലേ? പ്രേമിക്കാൻ മാത്രാണോ അതോ കല്യാണം കഴിക്കാനോ? കല്യാണം കഴിക്കാനാ. എന്നിട്ട് ഇപ്പൊ കണ്ടെത്തിയോ? റൂട്ടിലേക്ക് വരുന്നുണ്ട്. നിനക്ക് അപ്പുമോളെ ഇഷ്ടാണോ? അപ്പു? നിനക്ക് അപർണയെ ഇഷ്ടാണോന്ന്? അതിപ്പോ ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതല്ല. നിനക്ക് അവളെ നോക്കാനുള്ള കഴിവുണ്ടോ? അത് പിന്നെ എനിക്ക് ഇത്ര ശമ്പളല്ലേ ഉള്ളൂ. മാത്രമല്ല വലിയ വീട്ടിൽ ജീവിച്ചൊരു കുട്ടിയെ 1 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡന്റ് എഡിറ്റർ ആവൂട്ടോ. അല്ല, ഈ സ്വന്തമായിട്ടൊക്കെ എഡിറ്റ് ചെയ്യൂലേ അത്. ആ പണമൊക്കെ ഞങ്ങള് തന്നോളാം. നീ അവളെ പൊന്നുപോലെ നോക്കണം. പറ്റുമോ? പൊന്നുപോലെയല്ല, ഞാൻ എന്റെ ജീവനായി തന്നെ നോക്കിക്കോളാം. പക്ഷേ അപ്പൂന് എന്നെ ഇഷ്ടമാണോന്ന് അറിയണ്ടേ? വിശ്വസാറ് വരുന്നുണ്ട്. അയ്യോ, പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. അദ്ദേഹത്തിന്റെ കണ്ണി പെടണ്ട, ഇതിലെ പൊയ്ക്കോ. ദേ, ഈ ഫോട്ടോ നോക്കിയേ. ഈ ഫോട്ടോയിലും നീ സുന്ദരിയാ. അതല്ല, നമ്മുടെ മോളെ കണ്ടോ? ആ, കണ്ടു. അന്നൊക്കെ അവൾക്ക് നിങ്ങളെന്ന് വെച്ച ജീവനാ. എപ്പോഴും അച്ഛൻ മതി എന്റെ മോൾക്ക്. നിങ്ങൾക്കും അങ്ങനെ. രണ്ടുപേർക്കും എന്നെ വേണ്ടല്ലോ. മോളോടുള്ള സ്നേഹം കുറയില്ലോ എന്നോർത്ത് ഇനിയൊരു കുഞ്ഞു വേണ്ടെന്ന് വെച്ചത് നിങ്ങളല്ലേ? ആ നിങ്ങളെ ഇപ്പോ നമ്മുടെ അപ്പൂനോട്. മോളോട് ഞാൻ എന്ത് കാണിച്ചെന്നാ? നിങ്ങൾക്കറിയോ, അവൾക്കിപ്പോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുപ്പ് നിങ്ങളോടാ. എനിക്ക് ഏറ്റവും വലുത് എന്റെ മോളെന്ന്. അപ്പു എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയല്ലേ നമ്മുടെ മോള്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിക്കേണ്ടയാള് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? എന്റെ മോൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് കുറെ കഴിയുമ്പോൾ അയാൾക്ക് എന്റെ മോളെ ഇഷ്ടായില്ലെങ്കിലോ? ഇതാവുമ്പോ എന്റെ കൺമുമ്പിൽ ഉണ്ടാവുമല്ലോ. എന്നാലും നമ്മുടെ മോടെ ഇഷ്ടം നോക്കാതെ എങ്ങനെ? എനിക്കറിയാം എന്റെ മോളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന്. ഇനി ഇതിനെക്കുറിച്ച് ഈ വീട്ടിലൊരാളും ഒരു അക്ഷരം പറയരുത്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഈ കല്യാണം നടക്കും. നാളെ രാവിലെ മിനിസ്റ്റർ ക്ഷണിക്കാൻ തിരുവനന്തപുരം പോണം. പോയി കിടന്നുറങ്ങ. ഓ, ചുമ്മാ വളവള സംസാരിക്കാതെ. പാല് കുടിക്കേ. പതിവ് തെറ്റിക്കണ്ട. അബി റെഡി ആയിട്ടുണ്ട്, വിളിക്കട്ടെ? ഓ മല്ലികേ, വിശ്വം നല്ല ഉറക്കാമേ. ഉറക്കഗുളിക 2 പൊടിച്ചിട്ടത്. ഇനി നാളെ രാവിലെ നോക്കിയാ മതി. അവിടെ ഇരുന്നോളൂ. അബി ഇന്ന് വളരെ ഹാപ്പിയാണ്. അവന്റെയും അപർണയുടെയും വിവാഹം ഇതാ നടക്കാൻ പോവുകയാണ്. ചേട്ടാ, അല്ല, അമ്മാവനോടൊന്നും പറയാതെ ശിവരാമനോട് ഫോണിൽ പറയാമെന്ന് വെച്ചു.
പക്ഷെ അവൻ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാവും. എന്തായാലും നാളെ ശിവരാമൻ വരുമല്ലോ, ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ അകത്തളത്തിലല്ല, മനയുടെ മുറ്റത്തെ പന്തലിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് നടക്കേണ്ടതായിരുന്നു ഈ കല്യാണം. പക്ഷേ ഇതിപ്പോ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം നടക്കരുത്. അതെന്റെ കുട്ടിക്ക് മരണത്തിനപ്പുറമുള്ള വേദനയാവും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, ഞങ്ങളുടെ കുട്ടിയെ നിനക്ക് കല്യാണം കഴിച്ചു തരാമെന്ന്. അവളെ നന്നായി നോക്കണേ അബി. എനിക്ക് അപർണയോടൊന്ന് സംസാരിക്കണം. ഒന്ന് മിണ്ടാനോ പറയാനോ ഇതുവരെ പറ്റിയിട്ടില്ല. അതെങ്ങനെ തനിക്കറിയാലോ, നമ്മുടെ കൂടെ എപ്പോഴും കിച്ചുണ്ടാവുമല്ലോ. എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്നാലും ഇനിയുള്ള ജീവിതത്തിൽ ഇത്രയും സുഖവും സൗകര്യമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം സഹിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ അപ്പന് സമ്മതമല്ലേ? എന്താ സമ്മതമല്ലേ? ഇതുവരെ മനസ്സിൽ മാത്രം കേട്ട ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടോ? അപ്പുമോൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് അബിക്കറിഞ്ഞു. എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശി. സ്നേഹിച്ച പെണ്ണിന് സംസാരിക്കാൻ കഴിയില്ലെന്നറിയുമ്പോ ഉപേക്ഷിച്ചു പോകാൻ മാത്രം ക്രൂരനൊന്നുമല്ല ഞാൻ. എന്റെ പെണ്ണ, ഞാൻ മോഹിച്ച പാൽപായസം. ഇനി ഇവളെ കുറിച്ചോർത്ത് ആർക്കും ആദ്യം വേണ്ട. നീ എന്റെ പെണ്ണ. എന്റെ കുട്ടി അവൾക്കിഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ പടിയിറങ്ങി പോകുന്നത് കാണാനാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണണം. നല്ലത് വരട്ടെ മക്കളെ. സുധാകരന്റെ അനുഗ്രഹം വാങ്ങിക്കും മക്കളെ. അയ്യോ വേണ്ട മക്കളെ. അവളെ എടുത്തു വളർത്തിയത് നീയല്ലേ സുധാകര. നിന്റെ അനുഗ്രഹം എന്റെ കുട്ടിക്ക് വേണം. നന്നായി വരും മോളെ. ഇവിടുന്ന് പോയാലും എന്റെ കുട്ടിക്ക് ഒരു കുറവും വരരുത്. ഈ വീടിനകവും എന്റെ കുട്ടിയുടെ ലോകം. അതിനപ്പുറം എന്താണെന്ന് എന്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല. എപ്പോഴും എന്റെ മോൻ ഇവളുടെ കൂടെ ഉണ്ടാവണം. വിഷമിക്കണ്ട, അവിടെ എത്തിയാ ഞാൻ ഉടനെ വിളിക്കാം. ഇവിടുത്തെ നമ്പർ എന്റെ കയ്യിലില്ല. നമ്പർ എന്ന് പറഞ്ഞ അപ്പൂന് എല്ലാ നമ്പറും കാണാപ്പാടാ. എന്നാ ഞങ്ങള് ചേട്ടാ வாய் பேசாத பொண்ணை கல்யாணம் பண்ணி கூட்டிட்டு வந்து மிஸ் பண்ணிட்டியே. வண்டியை ஓரமா நிறுத்து.
பயப்படாத. எல்லா ஸ்டேஷனுக்கும் மெசேஜ் அனுப்பிடுறேன். நீ ஒன்று பண்ணு, உன்னோட ஃபோன்ல இருந்து உன் ஒய்ஃபோட ஃபோட்டோவை எனக்கு எம்எம்எஸ் பண்ணு. 9927111723 என் ஃபோன் நம்பர். சரி சார். தைரியமா நான் பார்த்துக்கிறேன். താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. പോലാം. അങ്ങനെ ആ പോലീസ് ഓഫീസർ നൽകുന്ന ആശ്വാസ വാക്കുകളിൽ കിട്ടുന്ന പ്രതീക്ഷയുമായി നടു റോഡിൽ പകച്ചു നിൽക്കുന്ന അബി. ഇവിടെയാണ് ഈ കഥയുടെ ക്രിമിനലുകളുടെ കയ്യിൽപ്പെട്ട് പീഡനമേൽക്കുന്ന പാവം അപർണയിൽ നിന്നാണ് ഈ കഥയുടെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നത്. நீ எவ்வளவு அழுதாலும் நான் உன்னை விட போறதில்ல. உன்னை உயிரோட விடலாம் தான் நினைச்சோம். ஆனா உன் புருஷன் அதுக்கு இடம் கொடுக்கலையே. எஸ்ஐ கிட்ட வந்து கம்ப்ளைண்ட் கொடுக்குறான். நீ அவன் கையில கிடைச்சேன்னு வச்சுக்கோ, எங்க கதி அதோ கதிதான். மன்னிச்சிருமா. இவ்வளவு பீஸ் பீஸாக்கி எரிச்சிரு. எல்லாமே ரெடி பண்ணிருக்கேன். பெட்ரோல் கூட வாங்கி வச்சிருக்கேன். பக்காவா இவள டிஸ்போஸ் பண்ணிடலாம். ஷல்லே. அப்புவா? நீங்க எங்க இருந்து பேசுறீங்க? പാലക്കാട് അവളുടെ അമ്മയാ. அப்படி யாரும் இங்க இல்லையே. ராங் நம்பர். റോങ് നമ്പർ ആണ്. அப்புவா? படா. சத்தம் போடாதே, கூல் டவுன்மா. நான் உன்னை ஒண்ணும் பண்ண மாட்டேன். இது கழறேன். உனக்கு என்ன ஹெல்ப் வேணாலும் சொல்லு, நான் பண்றேன். பயப்படாதம்மா, சொல்லம்மா. நான் சொல்றேன்ல, உன் பேர் என்ன? ஏன் இப்படி அழுகிற? நான் சொல்றது கொஞ்சம் புரிஞ்சுக்கோ. உன் பேர் என்ன? உனக்கு தமிழ் தெரியாதா? നിന്റെ പേരെന്താ? നീ പേരേണ്ടി? What's your name? तुम्हारा नाम क्या है? പാർട്ടിക്ക് 1 മണിക്കൂർ എന്റെ വൈഫായിട്ടൊന്ന് വരണം. ജസ്റ്റ് 1 hour. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്നെ സങ്കടമൊന്നും കാണിക്കാതെ ചിരിച്ച് നല്ല കുട്ടിയായിട്ട് എന്റെ കൂടെ വരണം. പുറത്തെവിടെയല്ല, ഈ റിസോർട്ടിൽ തന്നെ. പാർട്ടി കഴിഞ്ഞ ഉടനെ എന്ത് ഹെൽപ്പ് ആണെങ്കിലും നിനക്ക് ഞാൻ ചെയ്യാം. പ്രോമിസ്. 4 മണിക്ക് പാർട്ടിക്ക് പോണം. ഈ ഡ്രസ്സാകെ അഴുക്കാണല്ലോ. സാരമില്ല, ഞാൻ പോയി നല്ല പാർട്ടി വെയർ വാങ്ങിക്കൊണ്ടുവരാം. കം ഓൺ.
എന്താ പെങ്ങളിത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല? 1 മണിക്കൂറിലേ ഞാൻ ചോദിച്ചുള്ളൂ, ഇതുവരെ എന്നെ വിശ്വാസമായില്ല. പാർട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കൊണ്ടുവിട്ടോളാം. എന്നൊന്ന് വിശ്വസിക്കേ. വാ, കം പ്ലീസ്. എന്താ മോളേത്? ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ഒരു ഉറപ്പിന് മോൾ എന്തെങ്കിലും അവ്യവം ചെയ്താ ഞാൻ കുഴപ്പത്തിലാവും. എന്നോട് ദേഷ്യമില്ലല്ലോ? പോയിട്ട് വരട്ടെ. ഐ എം സോറി. അമരുക, ഇരിക്കെ. നിങ്ങൾക്ക് അവനെ കിട്ടിയില്ലല്ലേ? എത്ര വേണമെങ്കിലും തരാമെന്ന് പറ. ഒരു കാരണവശാലും പുറത്തറിയരുത്. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എനിക്ക് എന്റെ മകളെ കിട്ടണം. ആ നായിന്റെ മോനെ എനിക്ക് വേണം ജീവനോടെ. ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മിസ്. സിറ്റിയിലെല്ലായിടത്തും നമ്മുടെ ആളുകൾ തേടിക്കൊണ്ടിരിക്കും. ഇപ്പോ സാറ് ടെൻഷൻ അടിക്കണ്ട, അവൻ ജോലി ചെയ്യണ സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ACP ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്റെ മോളെ കൊണ്ടുപോകാൻ ധൈര്യം കാണിച്ച അവനെ എനിക്കൊന്ന് കാണണം. അധികം താമസിയാതെ ഞാൻ അവനെ പൊക്കും. അവന്റെ കൂടെയുള്ള ആളുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കോ? അതെ, നിന്നോട് സംസാരിക്കണമെന്നാ പറയുന്നേ. ഹലോ, നീ ആരോടാ കളിക്കുന്നറിയോ? നിങ്ങളാരാ? അപർണയുടെ അച്ഛൻ വിശ്വൻ. വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ മയക്കി എന്റെ മോളെ തട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ നിനക്കറിയില്ലല്ലേ നായേ. എന്റെ മോളുടെ കൂടെ ജീവിക്കാന്ന് നീ കരുതണ്ട. അരമണിക്കൂറിനുള്ളിൽ അവൾ എന്റെ മുമ്പിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ കട്ട് ചെയ്തു. സോറി അപർണ, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതെല്ലാം നല്ല കോസ്റ്റ്ലിയാ. എന്റെ വൈഫിന് ഈ കളർ വീട്ടിൽ പോവാം. ഇതാരാണോ? വെയിറ്റ്, പോകാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ? എനിക്ക് ഇത്തിരി സമയം തരൂ. അപ്പം ഒന്ന് റിലാക്സ് ചെയ്യും. ഞാനിപ്പോ വരാം. ஹலோ 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 சார், நான் அபி சார். உங்க கூட இருக்கிறது என் வைஃப் சார். அவளை எதுவும் பண்ணாதுங்க சார். அவளை ஒன்றும் செய்யறது சார், ப்ளீஸ். ഓ, മലയാളിയാണോ? അതെ സാർ, എന്റെ വൈഫ് അപർണ. അതെ സാർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. അവളെ ഉപദ്രവിക്കരുത് സാർ, പ്ലീസ്. ഹലോ മിസ്റ്റർ, ഞാൻ എന്തിനാണോ തന്റെ വൈഫിനെ ഉപദ്രവിക്കുന്നത്? ഞാൻ അവളെ സഹായിക്കല്ലേ ചെയ്യുന്നത്. ഈ നമ്പർ തനിക്ക് എങ്ങനെ കിട്ടി? പറയടോ. മിസ്റ്റർ അബി, നൗ ഐ എം വെരി കൂൾ. ഇങ്ങനെ ആവുന്നതാ എനിക്കിഷ്ടം. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പുനവും പറ. Who gave this number? Tell me. Tell me, you bloody. സർ, ഞങ്ങൾ എന്ത് തെറ്റാ സാറിനോട് ചെയ്തു? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അത് ഈ നമ്പറിൽ നിന്ന് അപർണ ഒരു മെസ്സേജ് അയച്ചിരുന്നു. Bloody bitch. Sir, you cheat. Sir, sir, please. Sir, please, sir. അവളെ ഉപദ്രവിക്കരുത്.
സർ. 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 സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സർ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ സർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്താ പറഞ്ഞ എനിക്ക് തിരിച്ചു തരൂ സാർ. യു ലവ് ഹർ അലോട്ട്? അല്ലെങ്കിലും ഈ സുന്ദരി കുട്ടിയോട് ആർക്കാ ഇഷ്ടം തോന്നാത്തത്? അവൾ എന്റെ ജീവനാണ് സാർ. അവൾ ഇനി പലരുടെയും ജീവനായിക്കോളും സാർ. പ്ലീസ്. ഓക്കെ, ഇവളെ ഇത്രയും സ്നേഹിക്കുന്ന നിനക്ക് ഞാനൊരു അവസരം തരാം. 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വില പറഞ്ഞുറപ്പിച്ചതാണ് ഇവളെ. യു നോ ഐ എം ആൻ ഇന്റർനാഷണൽ ട്രേഡർ. ഗോൾഡ്, ബ്രൗൺ ഷുഗർ, പിന്നെ പെണ്ണും. ഇപ്പൊ ടൈം 4:30. 1 മണിക്കൂറിനുള്ളിൽ ഞാനുണ്ടാവും. അവൻ തിരിച്ചു പോകുമ്പോൾ ഞാനും എൻ്റെ ആളുകളും അവൻ്റെ പിന്നാലെ ഉണ്ടാവും. സാറിൻ്റെ മകളെ തിരിച്ചു കിട്ടിയാൽ പിന്നെ ഈ ഭൂമിയിൽ അവൻ ഉണ്ടാകില്ല. ഇത് സാറിൻ്റെ കയ്യിലിരിക്കട്ടെ. ഒരു ചെറിയ പോലീസ് ബുദ്ധി. എന്താടാ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? ഹലോ, ഞാൻ മലയിലുണ്ട്. നിങ്ങളെവിടെ? മുകളിലേക്ക് വാ. തന്റെ മനസ്സിലെന്താന്ന് എനിക്ക് മനസ്സിലായി. ആ ചിന്ത വേണ്ട. ഇവരോടൊന്ന് പോവാൻ പറ. എന്റെ മോളെവിടെ? ഇവരോട് പോവാൻ പറ. എന്റെ മോളെവിടെ? എന്റെ അടുത്തുണ്ട്. തനിക്ക് തന്നെ മോളെ വേണമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ വേണം. എനിക്കറിയാവടാ, പണത്തിന് വേണ്ടിയാണ് നീ എന്റെ മോളെ കൊണ്ടുപോകുന്നതെന്ന്. തന്റെ അടുത്ത് കിന്നരിച്ചോണ്ട് വെക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് 10 ലക്ഷം രൂപ വേണം ഇപ്പോ. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? 10 ലക്ഷം. 10 പൈസ തരാതെ എന്റെ മോളെ കൊണ്ടുപോകാൻ എനിക്കറിയാം. വിശ്വനെ നിനക്കറിയില്ല. നായേ, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്. കൊല്ല്. താനെന്നെ ഒന്നും ചെയ്യില്ല. തന്റെ മോൾക്ക് വേണ്ടി താൻ എന്തും ചെയ്യും. തന്റെ ജീവൻ വരെ കൊടുക്കും. അതെനിക്കറിയാം. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് 10 ലക്ഷം വേണം. ഇല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്റെ മകളെ മുംബൈയിലെ റെഡ് സ്ട്രീറ്റിൽ വിറ്റിരിക്കും 10 ലക്ഷത്തിന്. മുരുക, വണ്ടിയിലിരിക്കുന്ന പണത്തിൽ നിന്നൊരു 10 ലക്ഷം എടുത്തോണ്ട് വാ. ഇതാ സാർ. ഇതാ നീ ചോദിച്ച 10 ലക്ഷം രൂപ. എവിടെയാ എന്റെ മോള്? അവൾ എന്റെ അടുത്തുണ്ട്. ഞാൻ കൊണ്ടുവരും. വിശ്വാസമില്ലെങ്കിൽ ഇവൻ എന്റെ ഫ്രണ്ടാ. ഇവനവിടെ നിൽക്കും. പണതാ. എടാ മുരുക, സർ, നീ അവനെ ഫോളോ ചെയ്യ. എന്റെ മോളെ കിട്ടുന്നവരെ നീ അവനെ ഒന്നും ചെയ്യരുത്. സുബ്രഹ്മണ്യം, എന്ത് വില കൊടുത്തും ഞാൻ എന്റെ മോളെ കൊണ്ടുവരും. തനിക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. എന്റെ അപർണ മോള് ജീവിക്കുന്നെങ്കിൽ അത് തന്റെ മോനോടൊപ്പം. ഹലോ സർ. സാർ പറഞ്ഞ പൈസ റെഡിയാണ് സാർ. ഞാൻ എവിടെ വരണം? ഓ, ഇത്ര പെട്ടെന്ന് റെഡിയായോ?
ഇത് വല്ല കെണിയാണോ? ഒരു കെണിയല്ല സർ, എന്നെ വിശ്വസിക്കണം സർ. പണം റെഡിയാണ്, അവിടെ ഒന്നും ചെയ്യരുത്. ശരി, താനിപ്പോ എവിടെയാ? ഞാനിപ്പോ ബസനഗറില തലപ്പാക്കട്ടി ബിരിയാണി സെന്ററിന്റെ മുൻപിലുണ്ട് സർ. ബൈക്കിലാണോ? അതെ സർ. ബൈക്ക് നമ്പർ TN20 M7173 സർ. ശരി, താൻ അവിടെ വെയിറ്റ് ചെയ്യും. ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി സർ. ശരി. சார் 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 பசிக்குது சார், காசு கொடுங்க சார். மகாராஷ்டிரா இருப்பீங்க. ഹലോ, റോഡിൽ ഒരു ബ്ലാക്ക് കളർ ഫോർച്യൂണർ നിൽക്കുന്നുണ്ടോ? കണ്ടു സർ. വണ്ടിയുടെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് പണം അതിൽ വെക്കേ. അല്ല സർ, എന്റെ ഭാര്യ. ആദ്യം ക്യാഷ് വെക്കേ, അവള് വരും. സർ അല്ല സർ. ആ റിസോർട്ടിൽ നിന്റെ അപർണയുണ്ട്, കൊണ്ടുവയ്ക്കോ. സർ ഹലോ. பீச் உள்ள ரிசோர்ட் எங்க இருக்கீங்க சார்? நேரா போங்க சார். ஓகே, லெஃப்ட் சைடுல இருக்குல, அதான். ஹலோ ஹலோ, ஏய் எங்க போற? அப்போ அப்போ ஏய், யாரா அந்த பொண்ணு? ஏய், விடியா. ஓடுங்க. ஏய், விடியா. அந்த பொண்ணு எஸ்கேப் ஆகுறியா? ஏய், விடுடா. விடுடா. எஸ்கேப் பண்ணுங்க. ஏய், அப்போ அவளை ஹாஸ்பிடலுக்கு கூட்டிட்டு போங்க. ஏய், அப்போ அதே பொண்டாட்டிங்க, அவளை ஹாஸ்பிடலுக்கு கூட்டிட்டு போங்க. ஏய், இந்த ரெசார்ட்ல புருஷ பொண்டாட்டிக்காரங்க நிறைய பேரை பார்த்திருக்கேன். பொண்ணை கொலை பண்ணிட்டு தப்பிக்க பாக்கறியா?
ഹലോ വിശ്വം സാർ, സാറിന്റെ മകളെ അടയാർ മീനാക്ഷി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ രമേശേ, അഭി, അയാൾ നിന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോയത്? ഞാനിപ്പോ മീനാക്ഷി ഹോസ്പിറ്റലിന്റെ മുന്നിലാടാ ഉള്ളത്. എന്താടാ അവിടെ? അവർണെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ അവളെ കണ്ടോ? എന്റെ അപ്പൂനൊന്നും പറ്റിയില്ലല്ലോ. അറിയില്ലടാ, അവളുടെ അച്ഛനും എല്ലാവരും അവളുടെ കൂടെ തന്നെയുണ്ട്. മീനാക്ഷി ഹോസ്പിറ്റലല്ലേ? അതെ. ശരി, നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. തള്ളിയാ എന്താടാ പറ്റിയത്? അതൊക്കെ പിന്നെ പറയാം. അവളെ അവളുടെ അച്ഛൻ ഇവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? സാരില്ലടാ, അവള് പോയിക്കോട്ടെ. അവളുടെ അച്ഛൻ്റെ കൂടെ അല്ലേ പോയത്? പോയിക്കോട്ടെ, അവളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അവളെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. തിരിച്ചു കിട്ടി. അബി, അബി, அபியால அப்புறம் நான் இல்லாம இருக்க முடியாது. இனிமே லைஃப்ல என்னைக்குமே இவ்வளவு மிஸ் பண்ணிடாத. സോറി അപ്പു, എന്നോട് ക്ഷമിക്കപ്പു. അപ്പു, അവനെ വിടണ്ടായിരുന്നു. സാറ് പറഞ്ഞുകൊണ്ടാ ഞാൻ അവനെ വിട്ടുകളഞ്ഞത്. അവൻ എവിടെ പോവാനാ? അവൻ എവിടെ പോയാലും എൻ്റെ ആൾക്കാർ അവൻ്റെ കൂടെയുണ്ട്. അവൻ എന്തു ചെയ്യുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് അപ്പപ്പോ ഞാൻ അറിയുന്നുണ്ട്. ഇന്നലെ സാറിന്റെ മകളെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവനുണ്ട്. ഇനി എന്തിനു വെയിറ്റ് ചെയ്യണം? അവനെ അപ്പ തന്നെ തട്ടാമായിരുന്നില്ലേ? സാഹചര്യം ഒത്തുവന്നാൽ ഏത് നിമിഷവും വിളി വരാം. എന്നാ പിന്നെ ഇതാ, നീ ചോദിച്ചാലും കൂടുതൽ ഇതിലുണ്ട്. സാറിന് മകളെ കിട്ടിയല്ലോ, ഇനി ഒന്നും നോക്കണ്ട, തട്ടേരവനെ. സർ, മാഡം കണ്ണു മുഴിച്ചാച്ച്. கொஞ்சம் வெளியில் இருக்குங்களா, நான் பொண்ணு கிட்ட தனியா பேசணும். பேஷண்ட்டை ரொம்ப நேரம் டிஸ்டர்ப் பண்ணாதீங்க. മോളെ, എനിക്കറിയാം മോൾക്ക് എന്നോട് ദേഷ്യമാണെന്ന്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നും.
അച്ഛനമ്മമാര് പറയുന്നത് ആദ്യമൊന്നും മക്കൾക്ക് ഇഷ്ടപ്പെടില്ല. സ്വന്തം തെറ്റ് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാവും. ഈശ്വരന്മാരുടെ തുണ, തറവാട്ടിലെ ഗുരുത്വം. എന്റെ മോക്കൊന്നും പറ്റിയില്ലല്ലോ. എന്റെ കുട്ടിയെ ചതയ്ക്കായിരുന്നവൻ. ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ല. സത്യം കണ്ടു തന്നെ ബോധ്യപ്പെടണം എന്റെ മോള്. താൻ എന്നെ ഒന്നും ചെയ്യില്ല. തന്റെ മോൾക്ക് വേണ്ടി താൻ എന്ത് ചെയ്യും? തന്റെ ജീവൻ വരെ കൊടുക്കും. അതെനിക്കറിയാം. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് 10 ലക്ഷം വേണം. ഇല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്റെ മകളെ മുംബൈയിലെ റെഡ് സ്റ്റേറ്റിൽ വിചരിക്കും. താൻ എന്നെ ഒന്നും ചെയ്യില്ല. തന്റെ മോൾക്ക് വേണ്ടി താൻ എന്ത് ചെയ്യും? തന്റെ ജീവൻ വരെ കൊടുക്കും. അതെനിക്കറിയാം. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് 10 ലക്ഷം വേണം. ഇല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്റെ മകളെ മുംബൈയിലെ റെഡ് സ്റ്റേറ്റിൽ വിചരിക്കും. താൻ എന്നെ ഒന്നും ചെയ്യില്ല. തന്റെ മോൾക്ക് വേണ്ടി താൻ എന്ത് ചെയ്യും? തന്റെ ജീവൻ വരെ കൊടുക്കും. അതെനിക്കറിയാം. 10 മിനിറ്റിനുള്ളിൽ എനിക്ക് 10 ലക്ഷം വേണം. ഇല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്റെ മകളെ മുംബൈയിലെ റെഡ് സ്റ്റേറ്റിൽ വിറ്റിരിക്കും. ഒന്നും ചെയ്യില്ല. തന്റെ മോൾക്ക് വേണ്ടി താൻ എന്ത് ചെയ്യും? തന്റെ ജീവൻ കഥ സൂപ്പറാ. പക്ഷെ ക്ലൈമാക്സ് മാറ്റണം. ഈ ക്ലൈമാക്സ് ട്രാജഡിയാ. ഒരടിയും വെടിയും പൊട്ടിച്ചിരിയൊക്കെ ഉള്ള ഒരു മസാല ക്ലൈമാക്സ് ആയിരിക്കണം ഇപ്പൊ വേണ്ടതും നമുക്ക് വേണ്ടതും. അതുകൊണ്ട് ക്ലൈമാക്സ് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. മസാലയ്ക്ക് ഇപ്പൊ എവിടെ പോവാൻ? ഇവിടെ അടുക്കള കാണൂലേ? ഇങ്ങോട്ടൊന്നും പറയണ്ട. ക്ലൈമാക്സ് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് വെള്ളത്തിൽ പോകും. അതിന് ഞാൻ സമ്മതിക്കില്ല സൂപ്പി. നമ്മുടെ ലാലേട്ട സൂപ്പർ സ്റ്റാർ ചിത്രത്തിന്റെ ക്ലൈമാക്സും ട്രാജഡി ആയിരുന്നു. രാജാവിന്റെ മകൻ 100 ദിവസം അവൻ എത്ര ദിവസം വേണമെങ്കിലും ഓടിക്കോട്ടെ. അവൻ രാജാവിന്റെ മോനാ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലല്ല. അല്ല, നായകനും നായികയും മരിച്ച ചിത്രത്തിന്റെ ക്ലൈമാക്സും ട്രാജഡി ആയിരുന്നു. അതന്ന്. ഇന്നത്തെ ന്യൂ ജനറേഷൻകാർക്ക് ട്രാജഡി ഇഷ്ടാവത്തില്ല. അവര് തിയേറ്ററിലേ വരില്ല. അതുകൊണ്ട് സൂപ്പിയും ചുടുകാടും പുതിയൊരു ക്ലൈമാക്സ് ആലോചിച്ചേ മതിയാവൂ. അയ്യോ, അല്ല, പെട്ടെന്നൊരു പുതിയ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞ
വളരെ പെട്ടെന്ന് തന്നെ വേണം. അത് നാളെ ഈ സമയത്ത് തന്നെ വേണം. ഒരു ദിവസം, ഒരൊറ്റ ദിവസം. ഇത് എന്നെ പറഞ്ഞപ്പിച്ചപാട് നമുക്കേ അറിയാവുന്ന പറയടാ. 3 ദിവസം കൂടെ പറ്റില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാല് ഞാനും ദുർവാസ ഒരുപോലെയാണ്. മാറ്റി പറയുന്ന പ്രശ്നമേ ഇല്ല. നാളെ ഈ നേരത്ത് വീണ്ടും സന്ധിക്കാം. അപ്പൊ എല്ലാരും പിരിച്ചു നോക്കിയേ, പിരിച്ചു പോ. ചാടി കുത്തി മരിക്കണ സീനൊന്നും നമ്മുടെ ക്ലൈമാക്സിന് വേണ്ട കേട്ടാ. അയ്യോ, ആ തെണ്ടി പറഞ്ഞത് കേട്ടാ, ഉണക്കമീൻ നാസറും ദുർവാസവും ഒരുപോലെ ചവിട്ടി ഇവനെ നട്ടലൊടിക്കണം. ഇവനൊക്കെ വേണ്ടി സിനിമയാമെന്ന് നമ്മളെ തന്നെ ആളിനെ വിട്ട് തല്ലിപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? ഏത് സിനിമ എടുത്തിട്ട് ചോരുണ്ട്? തൽക്കാലം നമ്മള് രണ്ടെണ്ണം അടിക്കുന്നു, ബാക്കിയൊക്കെ പിന്നെ. വാസ്തവം അല്ല OPR എന്ത് വേണ്ടേ? വെള്ളം വേണ്ട, അത് പറ. അയ്യോ, മാളയല്ല ചാള. മാള എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. ചാള 4 ലോഡ് കയറ്റി വിട്. നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ. അയ്യോ, ഇവളായിരുന്ന ഞാനോടത്ത് മറ്റേ ഊട്ടിയിലെ സെറ്റപ്പാന്ന്. ഇവക്കെന്താ വല്ല ബാധം ഓടി വരാൻ. ഇനി എന്താടി നമ്മുടെ രസമേ കാണുന്നില്ല. അവളെന്താ മാഞ്ഞു പോയാ? ഇല്ലിക്ക, ഞാൻ എല്ലായിടത്തും നോക്കി ഹോളെ കാണുന്നില്ല. എല്ലായിടത്തും നോക്കാതെ അവൾ ഉള്ളിടത്ത് പോയി നോക്കാം. അപ്പൊ കാണും. എന്റെ എല്ലായിടത്തും നോക്കി കാണുന്നില്ല. രാവിലെ രാസ്ത എടുത്ത് വെച്ച് വിളിച്ചതാ, കാണുന്നില്ല. ആ സിനിമക്കാരെയും കാണുന്നില്ല. എടാ നസീറേ, അയ്യോ ഇവരെന്തിനാണ് കാണാതെ പോയാ? കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം പോയി സാറേ. ഒന്നും മിണ്ടായിരിക്കണ. എന്റെ പെങ്ങള് പോയിരിക്കുമ്പോഴാ അവന്റെ മാമ്പഴം പോയ കാര്യം. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. നിന്നെ ശരിയാക്കി തരാ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഇതാ സിനിമാക്കാരൻ റൂമിൽ കിട്ടിയതാ. അയ്യോ, അന്നദാതാവിന് സുഖം ഭവിക്കട്ടെ. രാത്രി മുഴുവൻ ഞങ്ങൾ പുതിയ ക്ലൈമാക്സിന് വേണ്ടി ആലോചിച്ചു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഞങ്ങൾക്കത് തന്നു. ക്ലൈമാക്സ് കൂടുതൽ ട്രാജഡി ആകാതിരിക്കാൻ ഞങ്ങൾ പോകുന്നു. എന്നോടൊപ്പം നസീമയുണ്ട്. ഞങ്ങളുടെ ജീവിതം ഹിറ്റാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. സ്വന്തം സിപ്പി. സാറേ, ഇനിയെങ്കിലും ഞാൻ പറയുന്നു കേക്ക്. എന്നാ പറ. ആ ദിനേശൻ നമ്മുടെ നസീമയെ കെട്ടി. ഇപ്പൊ എന്നിട്ട് അവരെവിടെ? അവര് രജിസ്റ്റർ ഓഫീസിലുണ്ട്. ഇപ്പൊ പോയ പൊക്കാം. എന്നാലും മൂക്കി പഞ്ഞു വെച്ചോണ്ട് വന്നത് ഏതായാലും നന്നായി. ഞാൻ നേരത്തെ മരിച്ചു. ഇതായിരുന്നല്ലേ പുതിയ ക്ലൈമാക്സ്. ബെസ്റ്റായിട്ടുണ്ട്. സംവിധാനം കൊള്ളാം, തിരക്കഥയും കൊള്ളാം. നായികയുടെ പെർഫോമൻസ് അസലായിട്ടുണ്ട്. മുതലാളി, മംഗലപുരത്തെ കുരിലോട് ഐസ് ആയിട്ടേക്കുന്നുണ്ട്. യോമാർ 2 തലവട്ടി പാർസൽ ചെയ്താലോ? തല 2 ഐസ് ബോക്സിൽ കയറ്റിയാലോ? തണുക്കുമെന്ന് പറയണ. വേണ്ട, എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. നാട്ടിൽ ഞങ്ങളുടെ വട്ടപ്പേര് ഉണക്കമീനും നത്തോലി എന്നൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇന്ന് കോടീശ്വരന്മാരാ. ഞങ്ങൾക്കുണ്ടായ മാനക്കേട് ഞങ്ങൾക്ക് മാറ്റണം. എങ്ങനെ മാറ്റാൻ? അതുകൊണ്ട് വരുന്ന ചെറിയ പെരുന്നാളില് പടം റിലീസ് ചെയ്യണം. അത് നടക്കില്ല. അതെന്താ? ഞങ്ങൾ പറഞ്ഞേക്കുന്ന സിനിമയാക്കാൻ പറ്റില്ല. അല്ല, അത്രക്ക് ഉറപ്പിച്ചു വരാനുള്ള കാരണം എന്താ? ആ കഥ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ പേര് അണിയാത്ത താലിമാലയും ചൂടാത്ത മുല്ലപ്പൂ. ഞങ്ങളെ രക്ഷിക്കാൻ നസീമ ചെയ്ത ചെറിയൊരു സഹായം. അല്ലാതെ ഒരു രാത്രി കൊണ്ട് ഞങ്ങളുടെ തലയിലുദിച്ച കഥയൊന്നും അല്ല. എന്റെയൊക്കെ മയ്യത്തായ പടച്ചോനെ, ഈ സ്വത്തൊക്കെ എന്റെ പേരിലാവോ? കോടതിന്റെ അവിടുന്ന് അനാവശ്യം പറയണ. സോറി മുതലാളി, ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? നിക്കണത് പോണോ? എടാ, ഞങ്ങൾ അളിയന്മാരായിപ്പാ. ഞങ്ങൾ തമ്മിൽ പലതും പറയും. നീ പോടാ, ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. എല്ലാ സിപ്പി കളിയാ. പിന്നെ പറഞ്ഞു കേട്ടല്ല കുട്ടകളെ, പോടാ പോടാ മീശ എല്ലാരും വിളിച്ചോളാം. ഇരുതേ ഞങ്ങളുടെ കണ്ണുമ്പേന്ന് വന്ന് ചാടരുത്. ഓ, ഒരു മല എത്ര പെട്ടെന്ന് എലിയായത്. ഓ, മിറാക്കിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരെ കെട്ടിപ്പിടിക്കും? അപ്പുറത്തൊരു തൂണുണ്ട്. നീ തൽക്കാലം അതിനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇളയമാരെ, ഈ ആഹ്ലാദ നിമിഷം അവിസ്മരണീയമാക്കാൻ ഒരു സെൽഫി, ഒരു ഫാമിലി സെൽഫി. നീ വന്നടാ. എനിക്ക് ഇവ മതി. അത് മനസ്സിൽ വെച്ചാ മതി. എന്തോ സാറേ, ഇത് രണ്ടാമത്തെ സീനിൽ വരുമ്പോൾ ഇന്ന് ദിനേശ് സെപ്പിയും ശക്തൻ ചുടുകാടും കേരളത്തിൽ അറിയപ്പെടുന്ന സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. ഒന്ന് വാരം
ആ സുരാജ് ഇതുവരെ എത്തിയില്ലല്ലോ. സാർ ഇപ്പൊ വരും. മലയാളത്തിൽ വിവിധ ചാനലുകളിൽ കോമഡി ഷോ അവതരിപ്പിച്ചിരുന്ന ധർമ്മജൻ ഇന്ന് സൂപ്പർ സ്റ്റാർ സുരാജ് കുമാർ. നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നാൽ എങ്ങനെയാണ്? എന്നെ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ബാക്കിൽ വരൂ, ബാക്കിൽ വരൂ. ആ ദൈവം ആവശ്യമില്ലാതെ പൊക്കം കൊടുത്ത കുറെ തെണ്ടികള്. മിസ്റ്റർ ദിനേശ്, എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാണ്. എവിടെ? ആ സോങ് ഒന്ന് പ്ലേ ചെയ്യൂ. സോങ് പ്ലീസ്. ഇതേത് പാട്ടാണ് മിസ്റ്റർ? സുരാജ്, ഇത് ഓപ്പൺ കണ്ണം സാർ, കേട്ടിട്ടില്ലേ? വേൾഡ് മുഴുവൻ ഹിറ്റായ സോങ് ആണ്. വേൾഡ് മുഴുവനോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ ഈ സ്റ്റാർ ഒക്കെ. മാത്രമല്ല ഋതുവും താളവും ഒന്നും ശരിയല്ല. ഇതാരാ പാടിയത്? കൊള്ളാം, ഭയങ്കര നല്ല പുതിയ പിള്ളേരുമായിരിക്കും. ഇതിനെക്കാളൊക്കെ നല്ലത് എന്റെ വോയിസ് അല്ലേ? പിന്നെ ഇതിനൊക്കെ ഒരു ജാതകമുണ്ടല്ലോ. പിന്നെ മാസ്റ്റർ, ആ സ്റ്റെപ്പ് മുഴുവൻ മാറ്റണം കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കേ? അലിയോ, ഇവൻ ഇവിടെ ഉണ്ടോ? പ്രൊഡ്യൂസർ സാർ, ഏതാ ലെവൻ? ആര്? ആ പെൺകുട്ടികളുടെ കൂടെ കൊഞ്ചിക്കൊഴിയുന്നില്ലേ ലെവൻ? അയ്യോ, അത് അലിയാ സാർ. അലിയായാലും പുലിയായാലും എന്റെ സെറ്റിലൊന്നും ഇത് സമ്മതിക്കില്ല. അത് ന്യൂ ജനറേഷൻ നായകനാ സാർ. ന്യൂ ജനറേഷൻ മണ്ണാങ്കട്ട. ഇവന്മാരൊക്കെ ഒരു ശല്യമായല്ലോ. ഇത്രയും ഗ്ലാമർ ഉള്ള ഒരു പയ്യനെ എന്റെ പടത്തിൽ സഹകരിപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉടനെ അവനെ പറഞ്ഞു വിട്ടേക്കണം. അവനെ മാത്രമല്ല, ആ കൊഞ്ചിക്കൊഴിയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെയും ഷോട്ടിന്റെ സമയത്ത് ഇവിടെ കണ്ടേക്കരുത്. കേട്ടല്ലോ? സിപ്പിളിയാ, 4 ദിവസമായി ഞങ്ങൾ തല്ലുകൊള്ളാൻ തുടങ്ങിയിട്ട്. ഈ ഉണക്കമീനും നത്തോലും എന്നുള്ള പേര് മാറാനാണ് സിനിമ പിടിച്ചത് തന്നെ. എന്നിട്ടും മാറിയില്ല. അഭിനയിച്ച് വലിയ നടന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വട്ടപ്പേര് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ വേഷം ചെയ്യാൻ തീരുമാനിച്ചത്. അതും അളിയന്റെ സിനിമയിലെ അളിയന്മാരെ ഈ വേഷം കിട്ടിയാൽ മാത്രം പോരാ, മുഖത്തെങ്കിലും വരണം. ഏതായാലും ഞാൻ സ്റ്റാറായി.